ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആയിരങ്ങളുടെ സ്നേഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്നലെ ബോച്ചെ ജയിലിൽ ഇറങ്ങിയതിനു ശേഷം ആദ്യ ഉദ്ഘാടനം നിർവഹിച്ചു. സ്നേഹം കൊണ്ട് ലോകം കീഴടക്കൂ എന്ന അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആയിരങ്ങളുടെ കയ്യടികൾ നേടിക്കൊണ്ട് അദ്ദേഹം ഇന്നലെ നടത്തിയ പ്രസംഗം ജനങ്ങളുടെ സ്നേഹം ഏറ്റുവാങ്ങുന്നതാണ്. തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടുത്തെ നിയമ സംവിധാനത്തോടും കോടതിയോടും എനിക്ക് അങ്ങേ അറ്റത്തെ ബഹുമാനമാണ് ഉള്ളത് എന്നും തൻ്റെ പ്രവൃത്തികൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ആരെങ്കിലും നോവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മാപ്പ് ചോദിക്കുന്നു എന്ന് പൊതുജന സമക്ഷം അദ്ദേഹം ഇന്നലെ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹവും അദ്ദേഹത്തിൻ്റെ ഒരു സമീപനവും തീർച്ചയായിട്ടും ജനങ്ങൾ അംഗീകരിക്കുന്നു, കൈയടിച്ച് അംഗീകരിക്കുന്നതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാൻ ആകട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗം അതുപോലെ തന്നെ ആ സ്റ്റേജിൽ നടന്ന സ്വീകരണ പരിപാടികളും നമുക്ക് നേരിട്ടൊന്ന് കാണാം. നമ്മളെ കാണുന്നതിന് വേണ്ടി, നമ്മളുടെ സ്നേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മൾ സ്വന്തം ബോച്ചെ വേദിയിലേക്ക് ചേരാൻ പോവുകയാണ്. എല്ലാവരും നല്ലൊരു കൈയടി സമ്മാനിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് വെൽക്കം ചെയ്യാം. ബഹുമാനത്തോടെ നിറഞ്ഞ സ്നേഹത്തോടെ തന്നെ ബോച്ചയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Please be on the stage. Ladies and gentlemen, here we have the reset of all our gathering. നമ്മളെല്ലാവരും ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു മൊമെന്റ് നമ്മുടെ സ്വന്തം ബോച്ചെ നമ്മളെ കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. My dear friends, love you. ആദ്യമായിട്ട് എനിക്ക് മാപ്പാണ് പറയാനുള്ളത്. കാരണം ഈ ഉദ്ഘാടനം നേരത്തെ ഞാൻ ഏറ്റിരുന്നു. ആ ഉദ്ഘാടനത്തിന് എത്തിപ്പെടാൻ സാധിച്ചില്ല. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നേരത്തെ പറഞ്ഞ പോലെ അല്പം തിരക്കായിരുന്നു, ജയിലിലായിരുന്നു. അതുകൊണ്ട് എത്തിപ്പെടാൻ സാധിക്കാത്തതിൽ അന്ന് ഏറ്റ ഉദ്ഘാടനം അതിനുവേണ്ടി ഇതിന്റെ ഓണറിനോടും നാട്ടുകാരോടൊക്കെ മാപ്പ് ചോദിക്കുകയാണ്. പിന്നെ പലതും ചോദിക്കുന്നുണ്ട്, എന്താണ് കേസ്, എന്താ പ്രശ്നമുണ്ടായതെന്നൊക്കെ. ഇത് കോടതിയിൽ ഇരിക്കുന്നത് കൊണ്ട് കൂടുതലായിട്ടൊന്നും പറയാൻ സാധിക്കില്ല. എന്റെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ വിശ്വസിക്കുന്നു, കോടതിയെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് അഭിപ്രായമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു സമയമല്ല. പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ആരെയും ഉപദ്രവിക്കാനോ വിഷമിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ ഒന്നും പോവാറില്ല. നിങ്ങൾക്കറിയാം, പറ്റാവുന്ന സഹായമൊക്കെ പറ്റുന്ന സമയത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആരോടും വൈരാഗ്യമോ ദേഷ്യമോ അങ്ങനെ ഒന്നുമില്ല. എന്റെ മുദ്രാവാക്യം കോൺകർ ദ വേൾഡ് വിത്ത് ലവ്, സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക എന്നതാണ്. ആ സന്ദേശമായിട്ടാണ് കുറെ വർഷങ്ങളായിട്ട് ഞാൻ ജീവിക്കുന്നത്. മുമ്പോട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോ കൂടുതലായിട്ട് അതിനെ കുറിച്ചൊന്നും പറയാനില്ല. പിന്നെ മനഃപൂർവ്വം ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഒന്നും പറയാറില്ല. എന്റെ സംസാര രീതി പൊതുവെ ഒരു തമാശ രൂപേണ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയൊക്കെ പലതും പറയാറുണ്ട്. അപ്പോ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഒരാളെയും ഞാൻ ദ്രോഹിച്ചിട്ടില്ല. എങ്കിൽ പോലും മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ എന്റെ വാക്കുകൾ കൊണ്ട് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഞാൻ സോറി പറയാൻ എനിക്ക് യാതൊരു വക ഈഗോ കോംപ്ലക്സ് ഒന്നുമില്ല എന്നതാണ് ഞാൻ വ്യക്തമാക്കുന്നത്. പിന്നെ വീണ്ടും ഒരു മാപ്പ് 12 മണിക്ക് എത്താന്ന് പറഞ്ഞതാണ്. പതിവ് പോലെ ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ടും കുറച്ച് ട്രാഫിക്കുള്ളതുകൊണ്ടും 1 മണിയായി പോയി. നിങ്ങൾ ഒരുപാട് പേര് ഇവിടെ കാത്തു നിൽക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു. ഐ ആം വെരി സോറി. ഈ ആരവങ്ങളും ഈ കരഘോഷവും എല്ലാം കേട്ടാൽ നമ്മൾക്ക് ബോച്ചയോട് ജനങ്ങൾക്ക് സ്നേഹം കൂടിയോ എന്ന് സംശയിച്ചാൽ തീർത്തും അതിനെ തെറ്റു പറയാൻ വേണ്ടി സാധിക്കില്ല. സൗദിയിൽ ജയിലിൽ കിടക്കുന്ന ചെറുപ്പക്കാരന് 34 കോടി രൂപ ദിയാധനമായി നൽകണമെന്ന് അവിടുത്തെ കോടതി ആവശ്യപ്പെട്ടപ്പോൾ ഒരു പാട്ടയുമായി തെണ്ടാനിറങ്ങിയ ഇദ്ദേഹത്തെ അത്ര പെട്ടെന്നൊന്നും മലയാളികൾ കൈവിട്ട് കളയാൻ സാധ്യതയില്ല. തീർച്ചയായിട്ടും ആ സ്നേഹം ഇന്ന് അദ്ദേഹം നേരിട്ടറിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ തടിച്ചുകൂടിയ ജനങ്ങളിൽ നിങ്ങൾക്ക് കാണാം അനേകം സ്ത്രീകളും അതുപോലെ തന്നെ പ്രായം ചേർന്ന സ്ത്രീകളും കുട്ടികളും എല്ലാമായിരുന്നു. എന്നാൽ ആ പരാതി നൽകിയ സ്ത്രീയുടെ അടുത്ത ഒരു പരിപാടി എന്ന് പറയുന്നത് സ്കൂൾ കുട്ടികളെ തിക്കി നിറച്ചുകൊണ്ടുള്ള ഒരു ഉദ്ഘാടന പരിപാടിയായിരുന്നു. അത് തന്നെ ഇപ്പോൾ കേസിലേക്കും മറ്റു കുറ്റങ്ങളിലേക്കും എല്ലാം പോയിരിക്കുകയാണ്. കുട്ടികളെ സ്കൂൾ കട്ട് ചെയ്ത്
ഉദ്ഘാടനത്തിന് കൊണ്ടുപോയി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നുമല്ല നമ്മുടെ വിഷയം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രസ്താവന ഏവരും അംഗീകരിക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടുത്തെ നിയമ സംവിധാനത്തോട് എനിക്ക് അങ്ങേയറ്റത്തെ ബഹുമാനമാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് ആ കേസിലേക്കും കാര്യങ്ങളിലേക്കും ഒന്നും തന്നെ അതിന്റെ മെറിറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല. തീർച്ചയായിട്ടും നിയമത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളോട് കാത്തുനിന്ന് നേരം വൈകിയ ആൾക്കാരോട് മാപ്പ് പറയാനും അദ്ദേഹം ഒരിക്കലും വൈമനസ്യം കാണിച്ചില്ല. തീർച്ചയായിട്ടും ഒരു ബിസിനസ്സുകാരൻ്റെ എളിമ എത്രത്തോളം ആവണം, എങ്ങനെയാവണം ഒരു ബിസിനസ്സുകാരൻ ജനങ്ങളോട് പെരുമാറേണ്ടത് എന്ന് ബോച്ചെ ഇന്നലെ കാണിച്ചു തന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും പ്രവൃത്തികളും ചില പിശകുകളൊക്കെ ഉണ്ടായെങ്കിലും അത് കോടതി ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് തിരുത്താൻ അദ്ദേഹം കാണിക്കുന്ന ഈ മനസ്സ് തീർച്ചയായിട്ടും മലയാളികൾ കൈവിട്ട് കളയാൻ സാധ്യതയില്ല. അദ്ദേഹത്തിന് ഇനിയും പൂർവാധികം ശക്തിയോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ബിസിനസ്സിലുമെല്ലാം തിളങ്ങാൻ സാധിക്കട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.